ലോകഭൂപടത്തിൽ പുതിയ യുദ്ധരേഖകൾ വരയ്ക്കപ്പെടുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉയരുന്ന പുകയും തീപ്പൊരിയും കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് റഷ്യയുടെ ചുവരുകളെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ പ്ലാനാണെന്ന ഭീതി പടരുകയാണ്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികായൻ ജെന്നഡീസ് യൂഗനോവ് നടത്തുന്ന വെളിപ്പെടുത്തലുകൾ വെറുമൊരു മുന്നറിയിപ്പല്ല, അത് വരാനിരിക്കുന്ന ഒരു മഹാവിപത്തിന്റെ അപായസൂചനയാണ്. ചൈനയെ സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കിയും ഇറാനെ സൈനികമായി തകർത്തും ഒടുവിൽ റഷ്യയെന്ന വൻശക്തിയെ ഛിന്നഭിന്നമാക്കി ലോകത്തിന്റെ വിഭവസംഭരണശാലയ്ക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള പാശ്ചാത്യ ഗൂഢതന്ത്രങ്ങൾ ഓരോന്നായി പുറത്തുവരികയാണ്. ലിബിയയെയും ഇറാഖിനെയും പോലെ റഷ്യയെയും തകർക്കാൻ പാശ്ചാത്യ സാമ്രാജ്യത്വം വലവിരിക്കുമ്പോൾ സോവിയറ്റ് കാലത്തെ ആത്മവിശ്വാസത്തിലേക്കും സ്വയം പര്യാപ്തതയിലേക്കും മടങ്ങുകയല്ലാതെ റഷ്യയ്ക്കു മുന്നിൽ മറ്റു വഴികളില്ല. ആഗോളാധിപത്യത്തിനു വേണ്ടിയുള്ള ഈ ചതുരംഗക്കളിയിൽ റഷ്യയെ അടുത്ത ലക്ഷ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സ്യൂഗനോവിന്റെ വാക്കുകൾ ലോകരാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തുകയാണ്. റഷ്യൻ സ്റ്റേറ്റ് ഡ്യൂമയുടെ തളങ്ങളിൽ മുഴങ്ങിയ ജെന്നഡീസ് യൂഗനോവിന്റെ വാക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തെക്കുറിച്ചുള്ള കൃത്യമായ വിശകലനമാണ്. അമേരിക്കയുടെ ശത്രുപട്ടികയിൽ റഷ്യയുടെ സ്ഥാനം ഇന്നെവിടെയാണെന്ന് അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നു. മുൻപ് ചൈനയെ ഒന്നാമത്തെ ശത്രുവായും റഷ്യയെ രണ്ടാമതായും കണ്ടിരുന്ന അമേരിക്കയുടെ തന്ത്രങ്ങൾ ഇന്ന് പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇറാനുമായുള്ള സംഘർഷങ്ങളെ ഒരു മറയാക്കി റഷ്യയെ നേരിട്ട് ആക്രമിക്കാനും തകർക്കാനും അമേരിക്ക പദ്ധതിയിടുന്നു എന്നതാണ് സ്യൂഗനോവിന്റെ ഏറ്റവും വലിയ ഭീതി. യുഗോസ്ലാവിയയുടെ വിഭജനവും ഇറാഖിലെയും ഇറാനിലെയും അസ്ഥിരതയും ലോകം കണ്ടതാണ്. എന്നാൽ റഷ്യയെ ലക്ഷ്യമിടുന്നത് അതിനേക്കാൾ ഭയാനകമായൊരു തകർച്ചയ്ക്കാണ്. റഷ്യയെ വെറുമൊരു രാജ്യമല്ല, മറിച്ച് ഈ ഗ്രഹത്തിന്റെ മഹാസംഭരണശാല എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ലോകത്തിനാവശ്യമായ എണ്ണ, പ്രകൃതിവാതകം, വിലപിടിപ്പുള്ള ലോഹങ്ങൾ എന്നിവയുടെ വൻ ശേഖരം റഷ്യയുടെ മണ്ണിലുണ്ട്. ഈ അപാരമായ പ്രകൃതി വിഭവങ്ങൾക്കുമേൽ പൂർണ്ണാധിപത്യം സ്ഥാപിക്കുക എന്ന സാമ്രാജ്യത്വ അജണ്ടയാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് പിന്നിലെന്ന് സ്യൂഗനോവ് അടിവരയിടുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക ക്രമത്തിൽ വിശ്വസിക്കാതെ സോവിയറ്റ് കാലത്തെ വിജയകരമായ അനുഭവങ്ങളെ മുൻനിർത്തി ഒരു സ്വയം പര്യാപ്ത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ശത്രുവിന്റെ നിബന്ധനകൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് ആത്മഹത്യാപരമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളെയും നിരന്തരമായ സൈനിക ഭീഷണികളെയും നേരിടാൻ റഷ്യ സജ്ജമാകേണ്ടത് കേവലം പ്രതിരോധത്തിലൂടെയല്ല, മറിച്ച് പൂർണ്ണമായൊരു ആന്തരിക പരിവർത്തനത്തിലൂടെയാണെന്ന് ജെന്നഡീസ് യൂഗനോവ് വ്യക്തമാക്കുന്നു. റഷ്യയുടെ യഥാർത്ഥ കരുത്ത് താഴെ പറയുന്ന 3 ഘടകങ്ങളിലാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ആണവായുധ ശേഖരത്തിനു പുറമെ യുദ്ധഭൂമിയിലെ സമവാക്യങ്ങൾ മാറ്റിയെഴുതാൻ ശേഷിയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് റഷ്യയുടെ യഥാർത്ഥ കരുത്ത്. ശബ്ദാതിവേഗ മിസൈലുകളായ സിർക്കോൺ, അവൻഗാർഡ് തുടങ്ങിയവ റഷ്യയെ പ്രതിരോധത്തിൻ്റേതെന്നതിലുപരി അതിശക്തമായ പ്രത്യാഘാതനത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലവിലുള്ള ഏതൊരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കാൻ ഈ ഹൈപ്പർസോണിക് ആയുധങ്ങൾക്ക് സാധിക്കും. ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുകയും ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി ആഞ്ഞടിക്കുകയും ചെയ്യുന്ന ഈ താന്ത്രികവിദ്യ ശത്രുരാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സമയം നൽകാത്ത വിധം മാരകമാണ്. റഷ്യൻ സൈന്യത്തിന്റെ ഈ അജയ്യമായ കരുത്ത് ഏതൊരു അധിനിവേശ മോഹത്തിനും രാജ്യം നൽകുന്ന വ്യക്തമായ താക്കീതാണ്. റഷ്യയുടെ പരമാധികാരത്തിനു നേരെ ഉയരുന്ന ഓരോ നീക്കവും ഇടിത്തീ പോലെ തിരിച്ചടിക്കപ്പെടുമെന്ന ഓർമ്മപ്പെടുത്തലാണിത്. ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളുടെ മഹാസംഭരണശാല എന്ന് റഷ്യയെ വിശേഷിപ്പിക്കുന്നത് കേവലം വാക്കുകളല്ല, മറിച്ച് ലോക സമ്പദ്വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള യാഥാർത്ഥ്യമാണ്. വിശാലമായ ഭൂപ്രദേശങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതിവാതകം, എണ്ണ, കൽക്കരി എന്നിവ ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരങ്ങളിലൊന്നാണ്. യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ റഷ്യൻ ഇന്ധനത്തിനുള്ള പങ്ക് അനിഷേധ്യമാണ്. അതുകൊണ്ടുതന്നെ പ്രകൃതിവാതക പൈപ്പ്ലൈനുകൾ റഷ്യയുടെ കയ്യിലെ ഏറ്റവും ശക്തമായ നയതന്ത്ര ആയുധങ്ങളാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏൽപ്പിച്ചിട്ടും ആഗോള ഊർജ്ജ വിപണിയെ തളർത്താൻ റഷ്യയ്ക്ക് കഴിയുന്നത് ഈ വിഭവസമൃദ്ധി മൂലമാണ്. ഊർജ്ജ വിഭവങ്ങൾക്കു പുറമെ ആധുനിക സാങ്കേതിക വിദ്യകൾക്കും പ്രതിരോധ ഉപകരണങ്ങൾക്കും അത്യന്താപേക്ഷിതമായ പ്ലാറ്റിനം, പലാഡിയം, സ്വർണം, വജ്രം തുടങ്ങിയ അപൂർവ ലോഹങ്ങളുടെ വലിയൊരു വിഹിതവും റഷ്യയുടെ മണ്ണിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സുകളിലൊന്നായ ബൈക്കൽ തടാകവും ലോകത്തിനാവശ്യമായ തടിയുടെ സിംഹഭാഗവും നൽകുന്ന വിശാലമായ സൈബീരിയൻ വനങ്ങളും റഷ്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. പാശ്ചാത്യ വിപണികൾ അടഞ്ഞാലും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വളർന്നുവരുന്ന വിപണികളിലേക്ക് തങ്ങളുടെ വിഭവങ്ങൾ തിരിച്ചുവിട്ടുകൊണ്ട് ഏത് സാമ്പത്തിക വെല്ലുവിളികളെയും അതിജീവിക്കാൻ റഷ്യയ്ക്ക് സാധിക്കുന്നു. ഈ വിഭവങ്ങളുടെ മേൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാമ്രാജ്യത്വ ശക്തികൾ റഷ്യയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് ജെന്നഡീസ് യൂഗനോവിന്റെ നിരീക്ഷണം ഇവിടെ ഏറെ പ്രസക്തമാകുന്നു. പാശ്ചാത്യ സാമ്രാജ്യത്വത്തിനെതിരെ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭരണകൂടവും ഇന്ന് ഒരേ സ്വരത്തിൽ ഉയർത്തുന്ന പ്രതിരോധം കേവലം രാഷ്ട്രീയമായൊരു നീക്കമല്ല, മറിച്ച് ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ വേരോടിയ വലിയൊരു രാഷ്ട്രീയ ബോധത്തിന്റെ പ്രതിഫലനമാണ്.
റഷ്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾക്കെതിരെ ഒറ്റ മനസ്സായി നിൽക്കുക എന്ന സോവിയറ്റ് കാലഘട്ടത്തിലെ ആ വീര്യം ഇന്നും റഷ്യൻ ജനതയുടെ സിരകളിലുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഫാസിസത്തിൽ കെട്ടുകെട്ടിച്ച ആ പഴയ പോരാട്ടവീര്യം പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നു. ജെന്നഡി സ്യൂഗനോ പോലുള്ള നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നതുപോലെ പാശ്ചാത്യ രാജ്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഉപഭോഗ സംസ്കാരത്തേക്കാൾ റഷ്യക്കാർ വിലമതിക്കുന്നത് തങ്ങളുടെ പരമാധികാരത്തെയും സാംസ്കാരിക പാരമ്പര്യത്തെയുമാണ്. ശത്രുവിന്റെ ഉപരോധങ്ങളും ഭീഷണികളും റഷ്യൻ ജനതയെ ഭയപ്പെടുത്തുന്നതിനു പകരം അവരെ കൂടുതൽ ഐക്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാതൃഭൂമി എന്ന വികാരം രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കതീതമായി ഭരണകൂടത്തിനും സൈന്യത്തിനും പിന്നിൽ അണിനിരക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ശത്രുവിന്റെ ബ്ലൂപ്രിന്റുകളിലല്ല, മറിച്ച് സ്വന്തം കഴിവിനെയും ചരിത്രപരമായ പാരമ്പര്യത്തെയും വിശ്വസിക്കുന്ന ഒരു ജനതയാണ് റഷ്യയുടെ ഏറ്റവും വലിയ സംരക്ഷകർ. ഈ ആത്മബലമാണ് ഏതൊരു അത്യാധുനിക ആയുധത്തേക്കാൾ വലിയ കരുത്തായി റഷ്യയെ ലോകത്തിനു മുന്നിൽ നിലനിർത്തുന്നത്. അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് റഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നു. ഇറാനെ തകർക്കുന്നതിലൂടെ റഷ്യയുടെ ആഗോള എണ്ണവിപണിയിലെ സ്വാധീനം കുറയ്ക്കാനും ചൈനയുടെ ഊർജ്ജവിതരണ ശൃംഖലയെ അസ്ഥിരമാക്കാനും അമേരിക്ക ലക്ഷ്യമിടുന്നു. ഉപരോധങ്ങളിലൂടെയും സൈനിക സമ്മർദ്ദത്തിലൂടെയും റഷ്യയെയും ഇറാനെയും ഒരേപോലെ തളർത്താനുള്ള ഈ ഇരട്ട നിയന്ത്രണ തന്ത്രം ലോകത്തെ മറ്റൊരു ഭയാനകമായ ശീതയുദ്ധത്തിലേക്കാണ് തള്ളിവിടുന്നത്. നയതന്ത്രത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന ഈ വേളയിൽ സാമ്രാജ്യത്വത്തിന്റെ കുതിച്ചുചാട്ടത്തെ പ്രതിരോധിക്കാൻ റഷ്യയും സഖ്യങ്ങളും തങ്ങളുടെ സൈനിക സാമ്പത്തിക കരുത്ത് ഏകോപിപ്പിക്കേണ്ടത് നിലനിൽപ്പിന്റെ ആവശ്യമായി മാറുകയാണ്. അമേരിക്ക മുന്നോട്ടുവയ്ക്കുന്ന നയതന്ത്ര ബ്ലൂപ്രിന്റുകളെയും വാഗ്ദാനങ്ങളെയും വിശ്വസിക്കുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്ന മഹത്തായ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ഒരു റഷ്യയ്ക്ക് മാത്രമേ വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകളെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. സ്യൂഗനോവ് ആഹ്വാനം ചെയ്യുന്നതുപോലെ സൈനികമായും സാമ്പത്തികമായും രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത് അത്യാവശ്യമാണ്. റഷ്യയുടെ വാതിലുകളിൽ സാമ്രാജ്യത്വം മുട്ടുമ്പോൾ വഴങ്ങിക്കൊടുക്കാനല്ല, മറിച്ച് ആഞ്ഞടിക്കാനാണ് ആ രാജ്യം തയ്യാറെടുക്കുന്നത്. ഈ പോരാട്ടം വെറും അധികാരത്തിനു വേണ്ടിയല്ല, മറിച്ച് റഷ്യ എന്ന വൻശക്തിയുടെ ആത്മാഭിമാനത്തിനു വേണ്ടിയാണ്.